ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ സ്കൂൾ കേറ്റീസം 2024-2025 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്കൻഡ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ സെക്ഷൻ, ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക, ഉത്തരം പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അമ്മയുടെ പേരെന്ത്? ബ്രാക്കറ്റ് മറിയം, എലിസബത്ത്, യോവന്ന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മറിയവും ഈശോയും ആരുടെ ഇഷ്ടപ്രകാരമാണ് ഈശോയെ വളർത്തിയത്? ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അവിടെ ഈശോയും എന്നല്ല യൗസേപ്പും എന്നാണ് വേണ്ടത്. അവിടെ ഈശോ എന്ന് തെറ്റി കൊടുത്തേക്കുന്നതാണ്. മറിയവും യൗസേപ്പും ആരുടെ ഇഷ്ടപ്രകാരമാണ് ഈശോയെ വളർത്തിയത്? ബ്രാക്കറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, അയൽക്കാരുടെ ഇഷ്ടപ്രകാരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യൗസേപ്പിതാവിൻ്റെ തൊഴിൽ എന്തായിരുന്നു? ബ്രാക്കറ്റ് ആശാരിപ്പണി, കൃഷി, ഇഷ്ടികപ്പണി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏത് നദിയിൽ വെച്ചാണ് ഈശോയ്ക്ക് യോഹന്നാൻ മാമോദീസ നൽകിയത്? ബ്രാക്കറ്റ് ഷൂർ നദിയിൽ വെച്ച്, യോർദാൻ നദിയിൽ വെച്ച്, പാരാൻ നദിയിൽ വെച്ച്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ ശിഷ്യന്മാരെ എന്താണ് വിളിച്ചിരുന്നത്? ബ്രാക്കറ്റ് സ്ലേഹന്മാർ, സ്നേഹിതർ, കൂട്ടുകാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ എത്ര ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? ബ്രാക്കറ്റ് 12, 14, 5. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ ചുമതല എന്ത്? ബ്രാക്കറ്റ് സുവിശേഷം അറിയിക്കാൻ, കച്ചവടം ചെയ്യാൻ, പശുവിനെ വളർത്താൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈശോയുടെ ശിഷ്യനെ തിരഞ്ഞെടുക്കുക. ബ്രാക്കറ്റ് യൗസേപ്പ്, പത്രോസ്, ലാസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതത്തിലെത്തിയ ഈശോയുടെ ശിഷ്യൻ്റെ പേരെന്ത്? ബ്രാക്കറ്റ് യോഹന്നാൻ, തോമാസ്ലീഹ, അന്ത്രിയോസ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, മറിയം ജീവിച്ചിരുന്ന ഗ്രാമത്തിൻ്റെ പേരെന്ത്? ബ്രാക്കറ്റ് നസ്രത്ത്, സമരിയ, സിക്കാർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പറഞ്ഞ കഥയിൽ ഇടയന് ദുഃഖമുണ്ടാകാൻ കാരണമെന്ത്? ബ്രാക്കറ്റ് ഒരു ആട് നഷ്ടപ്പെട്ടു, ഒരു ആടിനെ പട്ടി കടിച്ചു, ഒരു ആട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയെ ജനത്തിനു പരിചയപ്പെടുത്തിയതാരെ? ബ്രാക്കറ്റ് സ്നാപക യോഹന്നാൻ, പീലിപ്പോസ്, യൂദാസ്. ഇങ്ങനെ 12 ക്വസ്റ്റ്യനാണ് ഈ സെക്ഷനിലുള്ളത്. ഇതിലെ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 24 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുക. അടുത്തത് നമുക്ക് 2ാമത്തെ സെക്ഷൻ നോക്കാം. ശരിയോ തെറ്റോ എന്നു പറയുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, ബത്ലഹേമിലെ പുൽക്കൂട്ടിലാണ് ഈശോ ജനിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ മാതാപിതാക്കളെ സഹായിച്ചിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ, സ്നാപക യോഹന്നാൻ്റെ വസ്ത്രം ഷർട്ടും മുണ്ടുമായിരുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് അറിവ് കുറഞ്ഞവരെയായിരുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ കൽപ്പിച്ചതുപോലെ ജീവിച്ചാൽ നമ്മളും ഈശോയുടെ ശിഷ്യന്മാരായി തീരും. 18ാമത്തെ ക്വസ്റ്റ്യൻ, റഫായേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, നന്മ നിറഞ്ഞവളെ സ്വസ്തി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയാണ് നല്ല ഇടയൻ. അങ്ങനെ ഈ സെക്ഷനിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 14 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തെ സെക്ഷൻ നോക്കാം. ചെറുവാചകങ്ങളിൽ ഉത്തരം പറയുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ നല്ല ഗുണങ്ങൾ ഏവ? 21ാമത്തെ ക്വസ്റ്റ്യൻ, തോമാസ്ലീഹായുടെ മറ്റൊരു പേര്? അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന രക്തസാക്ഷിത്വ ദിനം അറിയപ്പെടുന്ന തിരുനാൾ എന്നിവ പറയുക.
22ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പറഞ്ഞ കഥയിൽ കാണാതെ പോയ ആടിന് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഈ സെക്ഷനിൽ 3 ക്വസ്റ്റ്യനാണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം 12 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബായ്.